ഹായ് ഫ്രണ്ട്സ്, വ്ളോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ട് നല്ലൊരു ബീഫ് ബിരിയാണി വയ്ക്കാം. അപ്പോൾ അരി വേവിക്കാനായിട്ട് വെള്ളത്തിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് തിളപ്പിക്കാൻ വച്ചായിരുന്നു കേട്ടോ. ഇനി അതിലേക്ക് ഉപ്പും കഴുകി ഊറ്റി വെച്ചേക്കണം അരിയും ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. അരിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും ബീഫൊക്കെ കഴുകിയെടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, കറിവേപ്പില, സബോള അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ എത്താൻ പാകത്തിന് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 8 വിസിൽ വരുത്തിയെടുത്തായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂം മുന്തിരിയും പിന്നെ സവോളയും കൂടി വറുത്തെടുക്കാം. അപ്പോൾ സവോളയൊക്കെ നല്ലോണം ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ സവോളയൊക്കെ നല്ലോണം വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോഴേക്കും നമ്മുടെ ബീഫൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് പകുതി റൈസ് ചേർത്ത് കൊടുത്തു. അതിന് ശേഷം വീണ്ടും ബീഫ് ചേർത്ത് കൊടുത്ത് റൈസും ചേർത്ത് കൊടുത്തു കേട്ടോ. അതിന് ശേഷം നല്ലോണം നിരത്തി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേക്കണ കാഷ്യൂം മുന്തിരിയും വറുത്ത് വെച്ചേക്കണ സബോളയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 10 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.